നമ്മൾ ഉറപ്പായിട്ടും ക്ഷണിക്കും. കമ്മിറ്റി രൂപീകരിക്കും. നമ്മളെല്ലാവരോടും സംസാരിച്ചു. ഞാൻ ശ്വേതയോട് സംസാരിച്ചു, അൻസിബയോട് സംസാരിച്ചു, മല്ലികാൻ്റിയോട് സംസാരിച്ചു, ബാബുരേട്ടൻ, സിദ്ദിഖ, ഇടവേള ബാബുക്ക, മമ്മുക്ക, ലാലേട്ടൻ, എല്ലാവരോടും ഞാൻ ഫോണിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് സമയം സംസാരിച്ചു. അൻസിബയോടൊക്കെ പലപ്പോഴായിട്ട് 1 മണിക്കൂറിലധികം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം കേൾക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, അതിന് നിലവിൽ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിൽ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളുടെയും 2 വശങ്ങളും കേൾക്കുകയും അതിന് നിലവിൽ അവർ പെട്ടെന്ന് വളരെ വൈകാരികമായി, ചില ആളുകളെങ്കിലും വൈകാരികമായി പ്രതികരിക്കുകയും പൊതുമാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് വളരെ വലിയ പ്രശ്നങ്ങൾ തോന്നുന്നത്. ഗൗരവമുള്ള പ്രശ്നങ്ങളുണ്ട്, ചിലതൊന്നും അത്ര ഗൗരവമുള്ളതല്ല. ഇതിനെല്ലാം നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറ്റുന്നിടത്തോളം പരിഹാരങ്ങൾ കാണണമെന്നും ആ സംഘടന, ഇപ്പം ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, വെള്ളപ്പൊക്കം വന്നപ്പോൾ 500 പേരേ ഉള്ളൂ ഈ സംഘടന. വെറും 500 പേരുള്ള സംഘടന, നമ്മൾ താരസംഘടന എന്ന് പറയുന്നതിലൊരു 15 പേരുണ്ടാകും, സോ കോൾഡ് താരങ്ങൾ എന്ന് വിളിക്കാവുന്നത്. ബാക്കിയെല്ലാം വളരെ അവസരങ്ങൾ കാര്യമായി ഇല്ലാത്ത, വരുമാനം കാര്യമായിട്ടില്ലാത്ത, സംഘടനയിൽ നിന്ന് കിട്ടുന്ന മരുന്നിനെ ആശ്രയിച്ചും സംഘടനയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടത്തിനെ ആശ്രയിച്ചും ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ എല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന 500 പേരിൽ താഴെ മാത്രം അംഗങ്ങളുള്ളൊരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും കൊണ്ടുപോയി എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമൊന്നുമല്ല. അത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം പരിഹരിക്കപ്പെടും. പുതിയ കമ്മിറ്റി വരും, അവരെല്ലാം കൃത്യമായി നോക്കിക്കോളും. വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളിലൊക്കെ നമുക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളാണല്ലോ, എത്രത്തോളം ഇടപെടാൻ പറ്റുമോ അത്രത്തോളം അതിൻ്റെ ആഴങ്ങളിൽ ഇടപെടുകയും പരിഹാരങ്ങൾ കാണുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എത്രയോ നാൾ അങ്ങനെ അല്ലാതെയും കുറച്ച് പേരല്ലേ ഉള്ളൂ. നമുക്കൊരു പാനലാണെങ്കിലും പ്രശ്നമില്ല, തെരഞ്ഞെടുപ്പാണെങ്കിലും പ്രശ്നമില്ല. അതൊന്ന് കൂട്ടായി ആലോചിച്ചേ തീരുമാനിക്കുകയുള്ളൂ. ഇല്ല, ഒരു സ്ഥിര ഭാരവാഹിത്വത്തിലോട്ട് ഞാൻ വരില്ല. എനിക്കിവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അന്ന് പോലും ഞാൻ 11:15 പിറ്റേന്ന് നിയമസഭ ഉണ്ടായിരുന്നു. ഞാൻ 11:15 ഇറങ്ങി. ഞാൻ വാർത്തയിലാണ് അഡ്വൊക്കേറ്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എനിക്ക് വന്നത് കേട്ടത്. എന്നോട് രാവിലെ പറഞ്ഞിരുന്നു എന്തെങ്കിലും വന്നാൽ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത്. അതൊക്കെ നമ്മൾ ചെയ്യണമെന്ന്. എല്ലാവരും നമ്മുടെ സഹപ്രവർത്തകരും നമുക്കറിയാവുന്നവരും എല്ലാവരും ഒക്കെ നല്ല ആൾക്കാരൊക്കെയാണ്. അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.